മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രൂപമാണ് RSS സ്വീകരിച്ചിരിക്കുന്നത്. RSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ഡോക്ടർ മുഞ്ചെ ഇറ്റലിയിൽ പോയി ഫാസിസ്റ്റ് സംഘടനാ രൂപം സ്വായത്തമാക്കിയിട്ടുണ്ട്. മുസോളിനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുസോളിനിയുടെ അന്നത്തെ ഫാസിസ്റ്റ് പരിശീലന കേന്ദ്രങ്ങളുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതിലാവേശം പൂണ്ട് ആ പരിശീലന രീതിയാണ് ഇവിടെ RSSകാർക്ക് അതിനുശേഷം RSS നടപ്പാക്കി വരുന്നത്. സർ, ഇവിടെ ഒരു സ്ഥലത്തും കാല് കുത്താൻ അനുവദിക്കില്ല എന്നതൊക്കെ ഈ പറഞ്ഞ തരത്തിലുള്ള വീൺവാക്കുകളായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. അതൊന്നും ആരും ഈ നാട്ടിൽ വിലമതിക്കുന്നതല്ല. ഭരണഘടനാദത്തമായ സഞ്ചാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും തടയുന്നത് ഫാസിസമാണ്. മംഗലാപുരത്തെ സംഘപരിവാർ ഭീഷണിയുടെ വേര് തേടി മുസോളിനിയിൽ വരെ എത്തുന്ന മുഖ്യമന്ത്രി ജീവിതത്തിന്റെ സമഗ്ര മേഖലയിലും പിടിമുറുക്കുന്ന അമിതാധികാര പ്രവണതയും അസഹിഷ്ണുതയും തടയുന്നതിൽ പ്രതിജ്ഞാബദ്ധനാകുമോ? രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ നേതാക്കൾക്ക് ആത്മാർത്ഥതയുണ്ടോ? അതോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിരട്ടലും വെല്ലുവിളിയും മാത്രമാണോ? എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. RSS ഭീഷണിക്ക് രൂക്ഷ പരിഹാസം. കടത്തുവഞ്ചി ഉള്ള സ്ഥലത്ത് ഈ രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത ഒരാൾ കാശ് വാങ്ങാൻ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരാളുമായിട്ട് വർത്താനം പറഞ്ഞ് ഇപ്പോൾ ഈ കാലില്ലാത്ത ഇയാൾ പറയാണ്, ഒരു ചവിട്ട് വെച്ചാൽ നല്ലല്ലോ. ആ ഗണത്തിൽപ്പെട്ടതാണത്. പ്രതികാര കൊല പരാമർശത്തിൽ കെ സുരേന്ദ്രനെതിരെ നിയമ നടപടിക്കുള്ള സാധ്യത പരിശോധിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിയമസഭ പ്രക്ഷുബ്ധം. ശാസനയുമായി സ്പീക്കർ. ഇതൊന്നും മര്യാദയല്ല ചെയ്യുന്നത്, ലോകം മുഴുവൻ കാണുന്നുണ്ട്. ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ബഹിഷ്കരണം. അന്വേഷണത്തിൽ പിഴവില്ലെന്ന് മുഖ്യമന്ത്രി. ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ തടയാനാകുമോ എന്ന് സമൂഹ മാധ്യമങ്ങളോട് സുപ്രീം കോടതി. നിയമസഭാ ക്യാന്റീനിലെ ജീവനക്കാരനെ PC ജോർജ് മർദ്ദിച്ചെന്ന് പരാതി. മർദ്ദനം ഊണ് കൊണ്ടുവരാൻ വൈകിയതിന് ജീവനക്കാരന്റെ കണ്ണിനും ചുണ്ടിനും പരിക്ക്. നിയമസഭാ സെക്രട്ടറിക്ക് പരാതി. UPയിലെ 5ാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 51 മണ്ഡലങ്ങളിൽ 65% പോളിംഗ് എന്ന് ആദ്യ നിഗമനം. സംഘപരിവാറിനെ വിമർശിച്ചതിന് ABVP-കാർ ബലാത്സംഗ ഭീഷണി മുഴക്കിയെന്ന് ദില്ലി സർവകലാശാലയിലെ പെൺകുട്ടി. 89ാമത് ഓസ്കറിൽ മൂൺലൈറ്റ് മികച്ച ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ ഗുരുതര പിഴവ്. ആദ്യ പ്രഖ്യാപനത്തിൽ ലാ ലാ ലാൻഡ് മികച്ച ചിത്രമായി. There's a mistake. Moonlight, you guys won Best Picture. This is not a joke. I'm afraid they read the wrong thing. This is not a joke. Moonlight has won Best Picture. ലാ ലാ ലാൻഡിന് 6 പുരസ്കാരം. മഹർഷല അലി ആദ്യമായി ഓസ്കാർ നേടുന്ന മുസ്ലിം അഭിനേതാവായി. ചടങ്ങിൽ ട്രംപിന് വിമർശനവും പരിഹാസവും. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികാര കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന പരാമർശത്തിൽ BJP നേതാവ് കെ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കും. RSSന്റെ ഭീഷണികൾ കാലില്ലാത്തവൻ തൊഴിക്കും എന്ന് പറയും പോലെയാണെന്ന് പിണറായി വിജയൻ പരിഹസിച്ചു. കടത്തുവഞ്ചി ഉള്ള സ്ഥലത്ത് ഈ രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത ഒരാൾ കാശ് വാങ്ങാൻ ഇരിക്കാറുണ്ട്. അപ്പോൾ ഒരാളുമായിട്ട് വർത്താനം പറഞ്ഞ് ഇപ്പോൾ ഈ കാലില്ലാത്ത ഇയാൾ പറയാണ്, ഒരു ചവിട്ട് വെച്ചാൽ നല്ലല്ലോ. ആ ഗണത്തിൽപ്പെട്ടതാണത്. അത്തരമൊരു ഭീഷണി എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭീഷണിയൊന്നും ആരും വകവെക്കുന്ന കാര്യമല്ല. പിന്നെ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന വിടുവായന്മാർ നമ്മുടെ നാട്ടിൽ കുറയും. ആ വിടുവായത്വത്തിനൊക്കെ ഭയന്നു പോകുന്ന ആരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്? മംഗലാപുരത്തെ RSS ഭീഷണിയെക്കുറിച്ചുള്ള അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. പ്രതിപക്ഷത്തിന്റെ അവസരവാദമായ നിലപാട് RSSന് പരോക്ഷമായി പ്രോത്സാഹനം നൽകുകയാണ്. കുമ്മനം രാജശേഖരനും VM സുധീരനും മിക്ക വിഷയങ്ങളിലും ഒരേ സ്വരമാണുള്ളത്. ചില കാര്യങ്ങളിലെല്ലാം ഇവർ ഒന്നിച്ചാണ്. ഇപ്പോ കുമ്മനം രാജശേഖരനും VM സുധീരനുമെല്ലാം ഒരേ സ്വരത്തിലാണല്ലോ സംസാരിക്കുന്നത്. കെ സുരേന്ദ്രൻ നടത്തിയ വിവാദ പ്രസംഗത്തെ നിയമപരമായി നേരിടാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കുകയാണ്. RSSന്റെ പ്രവർത്തനം ചില ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. നടവരവ് തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് പണം കൈവശപ്പെടുത്തുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
ഈ വിഷയത്തിൽ ശ്രീ ടി ജി മോഹൻദാസ്, BJP IT സെൽ, ശ്രീ PM മനോജ്, ദേശാഭിമാനി എഡിറ്റർ, ശ്രീ സണ്ണി ജോസഫ് MLA. ആദ്യം ശ്രീ PM മനോജ്, കാല് കുത്തിക്കില്ല എന്ന് പറയുന്നതിൽ ഫാസിസത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, അസഹിഷ്ണുതയുണ്ട്. പക്ഷേ അതിനേക്കാൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പിണറായി വിജയനെ തടയാനുള്ള ശേഷി സംഘപരിവാറിനില്ല എന്നുള്ളതിലാണോ? അതാണോ പ്രശ്നം? അങ്ങനെയൊന്നുമല്ല. നമ്മൾ വിഷയത്തെ മറ്റൊരു തരത്തിലേക്ക് കാണുന്നതുകൊണ്ടാണത്. കാല് കുത്തിക്കില്ല എന്ന് കേരളത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശ്രീ മോഹൻദാസിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായ ഗോപാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തിയിട്ടാണ് പറഞ്ഞത്, പിണറായി വിജയനെ കാല് കുത്തിക്കില്ല, കേരളത്തിന് പുറത്ത് ഒരിടത്തും കാല് കുത്തിക്കില്ല. പിന്നെയോ അത് കഴിഞ്ഞ് കെ സുരേന്ദ്രൻ അവിടെ ചെന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത് നമ്മളെല്ലാം കേട്ടു. വേറെവർ യു ഗോ, ഒരു പരസ്യമുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ പിന്നിലുണ്ടാവും. നിങ്ങൾ തമിഴ്നാട്ടിൽ പോകുന്നുണ്ടോ, നിങ്ങൾ കർണാടകത്തിൽ പോകുന്നുണ്ടോ, നിങ്ങൾ ആന്ധ്രയിൽ പോകുന്നുണ്ടോ, ഞങ്ങൾ പിന്നിലുണ്ടാവും എന്നാണ് കെ സുരേന്ദ്രൻ പ്രസംഗിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ, ഇവരുടെ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ അവിടെ മംഗലാപുരത്ത് BJPക്ക് RSSന് സംഘപരിവാറിന് വലിയ ശക്തിയുള്ള കേന്ദ്രമാണ് മംഗലാപുരം. അങ്ങനൊരു പ്രദേശത്ത് ഇവർ വലിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇതാ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തടയാൻ പോകുന്നു, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ കാണുന്നവരാണല്ലോ നമ്മളെല്ലാം. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പ്രചാരണങ്ങളാണ് ഉണ്ടായത്. ഓടുന്ന വഴി വരെ വരച്ചു വെച്ചു. ആര്? അവിടെ പിണറായി ചെന്നാൽ തിരിച്ചോടുന്ന വഴി വരച്ചു വെച്ചു നമ്മുടെ സംഘികൾ സോഷ്യൽ മീഡിയയിൽ. പിണറായി പറഞ്ഞു ഞാൻ പോവും. സ്വാഭാവികമായും ഇവരെ പോലെയല്ലല്ലോ, മധ്യപ്രദേശ് ഗവൺമെൻറ്റിനെ പോലെയല്ലല്ലോ. കോൺഗ്രസ്സിന് അല്പമെങ്കിലും ഈ മതനിരപേക്ഷതയുടെ ബാലൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഗവൺമെൻറ് ഭരണഘടനാപരമായി സിദ്ധാരാമയ്യ ഗവൺമെൻറ് ഒരു മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തെത്തുമ്പോൾ ആവശ്യം വേണ്ട സുരക്ഷ ഒരുക്കാൻ തയ്യാറായി. അവിടെ ജനങ്ങളെത്താതിരിക്കാൻ ഇവർ ഹർത്താൽ പ്രഖ്യാപിച്ചു. അവിടെ ഈ പിണറായി വിജയൻ്റെ യോഗത്തിൽ ആൾ കൂടുന്നത് കൊണ്ടാണല്ലോ ഇവർ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ആ ഹർത്താലിനെയും ഇവരുടെ ഭീഷണിയെയും ഒക്കെ മറികടന്നുകൊണ്ട്, ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ ജനങ്ങൾ കൂടി. ശരി, പിണറായി അവിടെ സംസാരിച്ചു, തിരിച്ചു വന്നു. അത് ഏതെങ്കിലും തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെയോ വീരത്വത്തിൻ്റെയോ പ്രകടനമല്ല, മറിച്ച് ഈ നാട്ടിൽ അനിവാര്യമായി നിലനിൽക്കേണ്ട ജനാധിപത്യത്തിൻ്റെ, ഫെഡറൽ സ്വഭാവത്തിൻ്റെ, അതോടൊപ്പം തന്നെ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങൾ അത് ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. അല്ലാതെ മോഹൻദാസ്, ഇത് ഹീറോയിസം അല്ല, ജനാധിപത്യപരമായ അവകാശം എന്ത് എന്ന് കാണിച്ചു കൊടുക്കലാണ്, അതിൽ കവിഞ്ഞുള്ളതൊന്നുമില്ല എന്ന് വിശദീകരിക്കുന്നു. BJP രാഷ്ട്രീയ അധികാരം കേന്ദ്രത്തിൽ ഏൽപ്പിക്കുമ്പോഴും അതിനു മുൻപുമൊക്കെയും ഫാസിസ്റ്റ് പാർട്ടി എന്ന ആരോപണം നേരിട്ടിട്ടുണ്ട്. ഒരാളെ ഒരിടത്ത് കാല് കുത്തിക്കില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം കടന്ന ഫാസിസമാണ്. അത് നടപ്പാക്കാൻ ശ്രമിച്ചു പൊളിഞ്ഞുപോയി. അതിന് മംഗലാപുരത്ത് മാത്രമല്ല തിരുവനന്തപുരത്തുമുണ്ട് പിണറായി വിജയന് മറുപടി എന്ന് ഇന്ന് വ്യക്തമായില്ലേ? വ്യക്തമായി. എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ ഈ മനോജ് പറഞ്ഞ വേർഷൻ ഞാൻ അംഗീകരിക്കുന്നു. മംഗലാപുരത്ത് പിണറായി വിജയൻ പോയി സംഘപരിവാറിന് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. അവർ കടത്തുകടവിലിരിക്കുന്ന കാല് തള്ളുന്ന ആളിനെ പോലെയാണ് ആണല്ലോ. പിന്നെ ഇന്നെന്തായിരുന്നു പ്രകോപനം? നിയമസഭയ്ക്കുള്ളിൽ ഇതൊക്കെ പ്രസംഗിക്കാൻ. നിയമസഭയ്ക്ക് പുറത്ത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് എനിക്ക് മനസ്സിലാവും. നിയമസഭയിൽ ആരെ കേൾപ്പിക്കാനായിരുന്നു ഈ പ്രസംഗം? O രാജഗോപാലിനെയോ അതോ കോൺഗ്രസ്സുകാരെയോ? കോൺഗ്രസ്സുകാരില്ലായിരുന്നു ആ സമയത്ത്. കോൺഗ്രസ്സുകാരില്ലായിരുന്നു. പിന്നെ ആർക്ക് നേരെയാണ് ഇദ്ദേഹം ഈ ആക്രമണം നടത്തിയത്? എനിക്ക് മനസ്സിലാവില്ല. ഒരു പ്രകോപനവും കൂടാതെ മുഖ്യമന്ത്രി ഇന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്തിനാണ്? ഞാനിത് പറയാൻ കാര്യമുണ്ട്. കുറച്ച് ദിവസം മുമ്പാണ് ഈ കണ്ണൂർ സ്ഥിതിഗതികൾ ശാന്തമാക്കണം എന്ന് പറഞ്ഞിട്ട് സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് എന്ന് കുമ്മനം രാജശേഖരൻ പുറത്ത് വന്ന് തുറന്ന് സമ്മതിച്ചു. ഞങ്ങൾക്ക് ബോധ്യമായി മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ട് ഈ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഈ ഒരു അട്ടിമറിയും ഈ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഞങ്ങളും ഇവരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഉടനെ തുടങ്ങിയതൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണുന്നു. അതിൽ മുഖ്യമന്ത്രി എങ്കിലും പെടരുതായിരുന്നു. എനിക്കിതിനകത്ത് ഖേദം എന്താണെന്ന് വെച്ചാൽ ഇത് കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. എവിടെയൊക്കെയോ തനിക്ക് കുഴപ്പങ്ങളുണ്ട്. ഇന്നിപ്പോൾ പത്രത്തിൽ വന്ന കഥയാണെങ്കിൽ 1.25 ലക്ഷം ക്രിമിനൽ കേസുകൾ ഇദ്ദേഹം വന്നതിന് ശേഷം കേരളത്തിലുണ്ടായിരിക്കുന്നു, രജിസ്റ്റർ ചെയ്ത കേസുകൾ. അതിനകത്ത് ബലാത്സംഗമുണ്ട്, കുട്ടികളുടെ ബലാത്സംഗമുണ്ട്, പിടിച്ചുപറിയുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹത്തെ പരിഭ്രമിപ്പിക്കുന്നു. ഓഫ് കോഴ്സ് വിജിലൻസ് DGP ഞങ്ങളിങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സാങ്കേതികമായിട്ട് കൊടുത്തിട്ടില്ലായിരിക്കാം, പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നില്ല. പിണറായി വിജയൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ആ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണെങ്കിൽ ഗൂഢാലോചന ഇല്ലെന്നും പിന്നെ ഉണ്ടെന്നും ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞതെന്നും ഒക്കെ പറഞ്ഞിട്ട്
അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അല്ല, ഇവിടെ ചോദ്യോത്തരവേളയിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യം ഏത് ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് മനസ്സിലാവണില്ല. ഈ വിഷയമടക്കം സംഘടനയാണോ എന്നാരെങ്കിലും ഇല്ല, അങ്ങനെ ചോദിച്ചില്ല. മംഗലാപുരം സംഭവം അടക്കമുള്ള കാര്യങ്ങൾ വിവിധ MLA-മാർ, PC ജോർജ് അടക്കമുള്ള MLA-മാർ ചോദിച്ചു, മുഖ്യമന്ത്രിക്ക് മറുപടി പറയണം. ശരി, മുഖ്യമന്ത്രിക്ക് മറുപടി പറയാം. മംഗലാപുരത്ത് ഇങ്ങനെ സംഭവിച്ചു, ഞാൻ പോയി പ്രസംഗിച്ചു, കഴിഞ്ഞു. ഇതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ നോക്കൂ, സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഡോക്ടർ മൂഞ്ചെ RSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളല്ല. RSSന്റെ പദ്ധതി തെറ്റാണെന്ന് പറയുകയും തെറ്റാണെന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ആളാണ് ഡോക്ടർ മൂഞ്ചെ. പക്ഷെ ഒരു കാര്യം, ഐഡിയോളജിക്കലി അദ്ദേഹം RSSുമായിട്ട് ചേർന്ന് പോയിരുന്നു, ഐഡിയോളജിക്കലി. പക്ഷെ കർമ്മ പദ്ധതി വരെ അദ്ദേഹം സ്ഥാപക നേതാവ്. ഞാൻ പറയുന്നത് ഈ ബേസിക് ഫാക്ട് പോലും മുഖ്യമന്ത്രിക്ക് റോങ് ഫീഡിംഗ് ആണ്. അല്ല, ഈ സ്ഥാപക നേതാവില്ല എന്നുള്ളത് സർസംഘചാലകന്റെയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏതെങ്കിലും പൊസിഷനിലോ ഇരുന്നിട്ടില്ല എന്ന അർത്ഥത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, ഇന്ന് രൂക്ഷമായ ഭാഷയിൽ വിവിധ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ RSSനെ വിമർശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, കുമ്മനം രാജശേഖരൻ്റെയും VM സുധീരൻ്റെയും ശബ്ദവും പറയുന്ന കാര്യങ്ങളും ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങേയറ്റം തെറ്റായ ഒരു രാഷ്ട്രീയ ലൈൻ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു, വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം കൂടി പറഞ്ഞുകൊണ്ടാണ് RSSനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. അന്നേരം അതിന് കോൺഗ്രസ് അംഗങ്ങൾ ആ സമയത്ത് മറുപടി കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? കോൺഗ്രസിന് പറയാനുള്ളത്, പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആദ്യമേ പറഞ്ഞു, RSSനെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ, സമരങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. അത് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞതാണ്. ഇന്ത്യയിൽ BJPയെ നേരിടാൻ ഏതാ രാഷ്ട്രീയ പാർട്ടിയെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാർക്കറിയാം, ദേശീയ നേതാക്കന്മാർക്കറിയാം, കേരളത്തിലെ നേതാക്കന്മാർക്ക് അറിയില്ല. പിണറായി വിജയൻ എവിടെ പ്രസംഗിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കർണാടകത്തിലാണ്, അവിടെ മുഖ്യമന്ത്രി കോൺഗ്രസ് ആണ്. അവിടെ മംഗലാപുരം പ്രസംഗത്തിൽ പിണറായി വിജയൻ അവിടുത്തെ ഗവൺമെന്റിന് നന്ദി പറഞ്ഞു. വടക്കേന്ത്യയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല, അവിടെ BJP ആണ്. BJP ഇന്ത്യയിൽ രാഷ്ട്രീയമായിട്ട് നേരിടാൻ സാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ് എന്ന് എല്ലാ മതേതര ശക്തികളും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ചുരുക്കം ചില മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഒഴിച്ച് പശ്ചിമ ബംഗാളിൽ ഇവർക്ക് ഒറ്റയ്ക്ക് BJPയെ നേരിടാൻ സാധിക്കുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന UP-യിൽ അല്ലെങ്കിൽ ഗോവയിൽ, പഞ്ചാബിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ BJPയെ നേരിടാൻ സാധ്യമാകൂ. ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കോൺഗ്രസിനെ കുത്തി നോവിക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അസംബ്ലിയിൽ ഇല്ലാത്ത സമയത്ത് മുഖ്യമന്ത്രി മെനക്കെട്ടത് വളരെ അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പാപ്പരത്വമാണ്, രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്. മംഗലാപുരത്ത് അദ്ദേഹം അവിടുത്തെ ഗവൺമെൻറ്റിന് നന്ദി പറഞ്ഞാണ് പ്രസംഗിച്ചത്. അവിടെ എന്തുകൊണ്ടാണ് ആ ഗവൺമെൻറ് ഒരുക്കിയ, കർണാടക സംസ്ഥാന സർക്കാർ ഒരുക്കിയ എല്ലാ സുരക്ഷിതത്വത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്തുകൊണ്ട് വടക്കേന്ത്യയിൽ മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാൻ കഴിയാതെ അദ്ദേഹം മടങ്ങി പോരേണ്ടി വന്നു? അപ്പോൾ കോൺഗ്രസ്സാണ് ഇന്ത്യയിലൊരു മതേതര ദേശീയ പാർട്ടി. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവരവും വിവേകവും പിണറായി വിജയനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യം അദ്ദേഹത്തെ അത് സമ്മതിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കും. ശരി, അതാണ് അക്കാര്യത്തിലെ കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ PM മനോജ്, ഇന്ന് നിയമസഭയ്ക്കകത്ത് ചോദ്യോത്തരവേളയിൽ ഇങ്ങനെ ഒരു RSS ഡിബേറ്റ് നടത്താൻ ഉള്ള കാരണം എന്താണ്? ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു, മുഖ്യമന്ത്രി അതിന് സവിസ്തരം മറുപടി പറയുന്നു. സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ചോദ്യോത്തരവേള തന്നെ വേണ്ട എന്ന് വെച്ച് ചർച്ച നടത്തണം എന്ന് ആരോപിച്ച് സഭ സ്തംഭിപ്പിക്കുന്നു. വിലക്കയറ്റം, അരിയുടെ വില 50-ലേക്ക് എത്തുന്നു, 50 ആകുന്നു. ഇങ്ങനെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന ധാരാളം വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഇതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും? ഇപ്പോൾ അഭിലാഷ് രണ്ട് കാര്യം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഒന്ന്, ശ്രീ സണ്ണി ജോസഫിനെ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പറയിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ കാര്യം. കാരണം AK ആൻ്റണി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നേതാവാണല്ലോ, അദ്ദേഹം കോൺഗ്രസ് നേതാവാണല്ലോ, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണല്ലോ. ആ സമുന്നതനായ നേതാവ് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് പറഞ്ഞത്. പകൽ കോൺഗ്രസും രാത്രി RSSും. ആ പ്രവണത യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം
കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ആരെങ്കിലും അത്തരം പ്രവണതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് മതനിരപേക്ഷ ചേരിയിൽ നിന്ന് അത് തടയുന്നതിന് പകരം CPM കോൺഗ്രസ് വിരോധം എന്ന അജണ്ട ശ്രീ സണ്ണി ജോസഫിന് തിരികെ കൊടുക്കാൻ വളരെ സമർത്ഥമായി അല്ല, അത് ഞാൻ അഭിലാഷിന് കഴിഞ്ഞു ചെയ്തതല്ല, എന്നത് ശ്രീ PM മനോജ്. വളരെ ഇന്ന് സന്തോഷത്തോടെ ഇന്ന് നിയമസഭയിൽ RSSനൊപ്പം കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിരുന്നു. വാചകങ്ങൾ തന്നെ ഞാൻ വായിക്കാം. കുമ്മനം രാജശേഖരനും VM സുധീരനും ഒരേ സ്വരത്തിൽ ഒരേ വാചകത്തിൽ സംസാരിക്കുന്നു. ഒരേ ആശയമാണ് കോൺഗ്രസും RSSും മുന്നോട്ട് വെക്കുന്നത്. അവരില്ലാത്തപ്പോഴാണ് ഇത് പറയുന്നത് ഓർക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഈ യോജിപ്പുണ്ട് എന്ന് മാത്രമല്ല, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ പരാമർശം AK ആന്റണി പരസ്യമായി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടും കോൺഗ്രസ് തിരുത്തിയില്ല എന്ന് മുഖ്യമന്ത്രി ഖണ്ഡിതമായി സഭയിൽ പറയുകയാണ്. AK ആന്റണി എവിടെയാണ് പരസ്യമായി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്? AK ആന്റണി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. പരസ്യമായി ഉന്നയിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും ഉന്നയിച്ചിട്ടില്ല. അല്ല, AK ആന്റണി പരസ്യമായാലും രഹസ്യമായാലും ഇത് ഇപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉന്നയിക്കുന്നതല്ല, ഇതിന് മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് AK ആന്റണി ഇതേ വിമർശനം. കോൺഗ്രസ് മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ആഗ്രഹിക്കുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരും ഈ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു വിഷ്വൽ കാണിക്കാൻ സാധിക്കും. പരസ്പരം യുദ്ധം ചെയ്യാനാണെങ്കിൽ ഞാനില്ല. നേർക്ക് നേരെ സംസാരം. രണ്ടാമത്തെ കാര്യം കളവ് പറയാം, നിങ്ങൾ കള്ളന്മാരല്ലേ. അതുപോട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ നിയമസഭാ നടപടികൾ TG മോഹൻദാസിന് അറിയില്ലായിരിക്കും, അഭിലാഷിനും എനിക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ സണ്ണി ജോസഫിന് അറിയാതിരിക്കില്ലല്ലോ. നിയമസഭയിൽ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോട് RSSനെ കുറിച്ചും ഇത് അമേരിക്കയിൽ പോയതല്ലല്ലോ, 2 ആഴ്ച മുമ്പേ പോയതല്ലല്ലോ, 2 ദിവസമല്ലേ ആയിട്ട് പോയിട്ട്. അവിടെ ഉണ്ടായ അനുഭവം നിയമസഭയിൽ നിയമസഭാംഗങ്ങൾ ചോദിച്ചാൽ മുഖ്യമന്ത്രി അതിനാണ് മറുപടി പറയുക. അവിടെ തടയും കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു. അതിനെങ്ങനെയാണ് മുഖ്യമന്ത്രി ഉദാഹരിച്ചത്? ഈ 2 കാലും ഇല്ലാത്ത ഒരാൾ നിന്നെ ഞാൻ ചവിട്ടും എന്ന് പറയുന്ന പോലെ പരിഹാസ്യമാണ് ശ്രീ TG മോഹൻദാസിൻ്റെ കക്ഷി എന്നൊന്നും പറയാൻ പറ്റില്ല RSSനെ. അത് ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ ജനാധിപത്യമോ അംഗീകരിക്കാത്ത ഒരു സംഘടനയാണ്. അവർ ഇന്ത്യയുടെ പതാക അംഗീകരിക്കുന്നില്ല. അത്തരമൊരു സംഘടനക്കാർ ഈ വീരവാദം മുഴക്കിയപ്പോൾ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായപ്പോൾ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ അത് പ്രതിപക്ഷം ഉണ്ടോ ഇല്ലയോ, പ്രതിപക്ഷത്തിനെ പേടിച്ചിട്ടോ അല്ലെ പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നല്ലോ ആ ചർച്ച വരുന്നത്. അത് വേണ്ട. അവിടെ നിയമസഭയിൽ നിയമസഭാംഗങ്ങൾ ചോദ്യം മുഖ്യമന്ത്രിക്ക് ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ ഒഴിവാക്കുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? AK ആന്റണി ഇങ്ങനെ ഒരു വിമർശനം പരസ്യമായി ഉന്നയിച്ചിട്ടും തിരുത്താൻ തയ്യാറാകുന്നില്ല കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുകയാണ്. അങ്ങനെ സഭയെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യം എന്താണ് മുഖ്യമന്ത്രിക്ക്? അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല, ഇനിയിപ്പോൾ വന്നാൽ തന്നെയും അങ്ങനെ ഇല്ലാത്തൊരു കാര്യം സഭയിൽ പറയേണ്ട കാര്യം എന്താണ്? AK ആന്റണി പറഞ്ഞത് KPCC എക്സിക്യൂട്ടീവിലല്ലേ? CPIMന്റെ സംസ്ഥാന സമിതിയിൽ ആരെങ്കിലും പറഞ്ഞ ഒരു വാചകത്തെ ചൊല്ലി നിയമസഭയിൽ ചർച്ച നടത്താൻ സാധിക്കുമോ? അല്ലല്ല, അഭിലാഷ് അങ്ങനെയൊന്നും ഒഴിഞ്ഞു മാറണ്ട. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും നിരവധി പത്രങ്ങൾ പ്രധാന വാർത്തയായി, ലീഡ് വാർത്തയായി AK ആന്റണിയുടെ വിമർശനം, KPCC എക്സിക്യൂട്ടീവിൽ നടത്തിയ വിമർശനം നിങ്ങളുടെ ആധികാരികതയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അല്ല, വിമർശനം നടത്തിയോ ഇല്ല എന്നുള്ളതല്ല. മുഖ്യമന്ത്രി AK ആന്റണി വിമർശനം പരസ്യമായി ഉന്നയിച്ചിട്ടും കോൺഗ്രസ് തിരുത്തിയിട്ടില്ല എന്ന് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. AK ആന്റണി രഹസ്യമായോ പാർട്ടിക്കുള്ളിലോ അങ്ങനെ വിമർശനം നടത്തിയിട്ടുണ്ടാകും, ഉണ്ട്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പിടിച്ച് ഒരു ചർച്ച വഴിതെറ്റിക്കരുത്. അല്ലല്ല, നിങ്ങൾ ഒരു പരസ്യമായി എന്ന വാക്കിന്റെ സാങ്കേതികതയിൽ പിടിച്ചിട്ടാണ് ഇപ്പൊ ചർച്ച വഴിതെറ്റിക്കാൻ നോക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചാനലാണ് AK ആന്റണിയുടെ ഈ വിമർശനത്തെ കുറിച്ച് വളരെ ശക്തമായ വാർത്ത കൊടുത്തത്. ആ വാർത്ത ആധികാരികമായിരുന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കാതെയോ? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ നിഷേധിച്ചിട്ടില്ല. അല്ല, പരസ്യമാക്കിയത് നിങ്ങളാണല്ലോ. അപ്പൊ അത് പരസ്യമാണോ? മനോജ്, പരസ്യമാക്കി VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കണമെന്നോ അല്ലെങ്കിൽ കുങ്കുമം ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞതോ ഒക്കെ നമ്മൾ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളാണല്ലോ. CPIM എന്നുള്ള അർത്ഥത്തിൽ അത് സ്ഥിരീകരിക്കുമോ? ഇല്ല. ഇത് പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് നിയമസഭയിൽ ഇതാ ഇങ്ങനെ VS അച്യുതാനന്ദനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ആളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ പാർട്ടിക്കകത്ത് സഭയിൽ ഒരു ചർച്ച നടത്താൻ ഒക്കുമോ? ഇല്ലല്ലോ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവര് പറയട്ടെ. ശ്രീ സണ്ണി ജോസഫ് വ്യാജ പ്രസ്താവനകളും ശരി ശ്രീ സണ്ണി ജോസഫ്, ഇവിടെ AK ആന്റണി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എവിടെയും വിശദീകരിച്ചിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയാവുകയും കേരളത്തിന്റെ സമൂഹം ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ
അർത്ഥം മാത്രം അല്ലെങ്കിൽ അതിന്റെ സന്ദേശം മാത്രം എടുത്താൽ മതി. അങ്ങനെ ഒരു തിരുത്തൽ കോൺഗ്രസിന് വേണമെന്ന അർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാതെ ഇപ്പോഴും ബിജെപിയുടെ നിലപാടുകൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു റിക്കാർഡ് എ കെ ആന്റണി അങ്ങനെ പറഞ്ഞതായിട്ട് അല്ലല്ല എ കെ ആന്റണി അങ്ങനെ പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു റിക്കാർഡ്, വിഷ്വലോ അല്ലെങ്കിൽ ടേപ്പോ അല്ലെങ്കിൽ ഫോണോ എന്തെങ്കിലും ഒരു എവിഡൻസ് ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് കാണിക്കാൻ സാധിക്കുമോ? ഇന്ന് മുഖ്യമന്ത്രി എന്താ എ കെ ആന്റണി പരസ്യമായി പറഞ്ഞു എന്നാണ്. പരസ്യമായി പറഞ്ഞിട്ടില്ല. ഞാൻ അന്നത്തെ KPCC മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 22-ാം തീയതിയിലെ KPCC മീറ്റിംഗിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ തന്നെ പറഞ്ഞു, ആന്റണി പറയാത്ത കാര്യമാണ് ഇങ്ങനെ ഒരു വാർത്തയായിട്ട് വന്നത് എന്ന് KPCC പ്രസിഡന്റ് പറയുന്നത് കഴിഞ്ഞ മീറ്റിംഗിന്റെ ഒരു റിപ്പോർട്ടിങ്ങിൽ പറയുന്നത് ഞാൻ തന്നെ കേട്ടതാണ്. എ കെ ആന്റണി പറയാത്ത കാര്യമാണ് ഈ വാർത്തയായിട്ട് വന്നിട്ടുള്ളത് എന്ന് KPCC പ്രസിഡന്റ് തന്നെ ആ മീറ്റിംഗിൽ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് കേട്ട കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മുഴുവൻ കോൺഗ്രസ്സുകാർക്കും അറിയുന്ന കാര്യമാണ്. പറഞ്ഞതിനെ ചില ആളുകൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. എ കെ ആന്റണി പറഞ്ഞത് കോൺഗ്രസിൽ ഇങ്ങനെ ആളുകളുണ്ട് എന്ന് CPM പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. അതിനെയാണ് ആന്റണിയുടെ വാക്കായിട്ട് KPCC എക്സിക്യൂട്ടീവിൽ പറഞ്ഞതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചത്. അതിനെയാണ് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു. മനോജ് ഇപ്പോൾ പറഞ്ഞല്ലോ, നിയമസഭാ ചോദ്യത്തിന് 10 ദിവസം മുമ്പ് ചോദ്യം ചോദിക്കണം, നടപടിക്രമം, അല്ലെങ്കിൽ ചോദിക്കുക അടിയന്തര ചോദ്യം. ഇന്ന് ആരും അടിയന്തര ചോദ്യം ചോദിച്ചില്ല. ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ലല്ലോ. ഈ മംഗലാപുര സമ്മേളനവുമായിട്ടോ എ കെ ആന്റണിയുടെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ചോദ്യവും നിയമസഭയ്ക്കകത്ത് ഇന്ന് വന്നിട്ടില്ല. ജനങ്ങളുടെ ജീവൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള മുട്ടുശാന്തി, മുടന്തൻ ന്യായം അദ്ദേഹം അവലംബിച്ചു. അത് മാത്രമാണ് രാഷ്ട്രീയ പ്രസംഗം, കവലപ്രസംഗമാണ് നിയമസഭയിൽ നടത്തിയത്. ശരി, അതാണ് ആക്ഷേപം. ശ്രീ TG മോഹൻദാസ്, മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് ഞങ്ങൾ കാല് കുത്തിക്കില്ല എന്നൊരു സംഘടന പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒരു സംഘടന പ്രഖ്യാപിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് മാത്രമല്ല, അത് കേരളീയർ മുഴുവൻ പ്രതികരിക്കേണ്ട ഒന്നാണ്. നിയമസഭ ഇന്ന് തുടങ്ങി. നിയമസഭ തുടങ്ങിയ ദിവസം ഇതാണ് സംഭവിച്ചതെന്ന് നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണ്ടേ? പറഞ്ഞോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. അദ്ദേഹം അതിന് ഈ കാട് പടപ്പ്, ഈ ചരിത്രം മുഴുവൻ വലിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാം. പക്ഷേ ഇത് നീട്ടിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷവും ഇല്ല, ഗ്രൗണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു. നല്ല ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി അത് ലൈവ് ടെലികാസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതങ്ങ് തട്ടിവിട്ടു. അതിനകത്ത് വസ്തുതാവിരുദ്ധമായ കുറേ കാര്യങ്ങൾ കയറി വന്നു. ഞാൻ ആകെ പറയുന്നത് ഇതാണ്, പിണറായി വിജയൻ കുറച്ച് ദിവസമായിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട, അതിലെനിക്കും ആശങ്കയുണ്ട്. അനാവശ്യമായ അഗ്രഷൻ കാണിക്കുന്നത് ഈ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അത് ചർച്ച ചെയ്താൽ എന്താ ആകാശിടിഞ്ഞു വീഴുമെന്നാണ്. എന്താ ഇതിനനുമതി? എനിക്കും മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവരും അതുപോലെ ചെയ്യും. രാവിലെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരും, അതിനനുമതി നിഷേധിക്കും. എനിക്കിപ്പോഴും മനസ്സിലാവും, അതങ്ങോട്ട് ചർച്ച ചെയ്യുന്ന ഒരു അടിയന്തര പ്രമേയം. സോ വാട്ട്? ഇന്നിപ്പോൾ എല്ലാവരും നാട് നടുങ്ങിപ്പോയ ഈ സംഭവത്തെ പറ്റി സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഒരു പ്രമേയം കൊണ്ടുവരും. നിങ്ങൾ കൊണ്ടുവന്ന് ചർച്ച ചെയ്യൂ. നിങ്ങൾക്ക് എവിടെയാണ് ഒരു പരിഭ്രമം? എന്താ അതിൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗൂഢാലോചന ഉണ്ട് എന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു, VM സുധീരനും പറഞ്ഞു. ഇതാണ് ഇവർ ഈ RSS കോൺഗ്രസ് സൗഹൃദം എന്ന് പറയുന്നത്. ഇപ്പം മണി 8:30 എന്ന് ഞാൻ പറയുന്നു, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് 8:30 എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞു. RSSും കോൺഗ്രസും തമ്മിൽ ഒന്നായി. ഇതാണ് മനോജിനെ പോലുള്ളവരുടെ വാദം. ഇതൊക്കെ നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ പരിഹാസ്യരായി പോകും. അതുകൊണ്ട് ഈ സംഭവം ഒന്ന് മറികടക്കണം. അതിനായിട്ട് അവർക്ക് അനുമതിയും കൊടുത്തില്ല. അവർ സ്വാഭാവികമായിട്ട് എപ്പോഴും സംഭവിക്കുന്ന ഒരു ചടങ്ങ് പോലെ അവരിറങ്ങിപ്പോയി. ഗ്രൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. അത് ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് അനാവശ്യമായിട്ട് ഈ പ്രശ്നത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചയിൽ എവിടെയോ ഒരു തീർപ്പുണ്ടാകാനൊരു സാധ്യതയുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളയുന്ന പ്രവൃത്തി വേറെ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്, ഞങ്ങളുടെ ഭാഗത്തുനിന്നും ആ വിമർശനം താങ്കൾ നേരത്തെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ വിമർശനം താങ്കൾ നേരത്തെ ഉന്നയിച്ചതാണ്. അങ്ങനെ ഒരു ആംഗിൾ ഈ വിഷയത്തിലുണ്ടോ ശ്രീ PM മനോജ്? CPIM-ഉം RSSും തമ്മിൽ എത്രയോ കാലമായി ശത്രുതയിലാണ്. അത് പല ഘട്ടങ്ങളിലും പൊട്ടിത്തെറിയിലേക്ക് പോയിട്ടുണ്ട്, വിശേഷിച്ച് നോർത്ത് മലബാറിൽ. ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ RSSനെ കീഴടക്കിയ ബാഹുബലിയായി അവതരിപ്പിക്കപ്പെടുന്നതിന് പിന്നിൽ ഇപ്പോഴുള്ള സമകാലിക വിഷയങ്ങൾ മുങ്ങിപ്പോകണമെന്ന താല്പര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആരാണ് പിണറായി വിജയനെ തടയുമെന്ന് പ്രഖ്യാപിച്ചത്? CPM ആണോ?
ആരെങ്കിലും അത് ചിത്രീകരിച്ചോ? ആരാണ് പിണറായി വിജയനെ കാലുകുത്തിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്? CPM ആണോ? ഗോപാലകൃഷ്ണൻ CPM ആണോ? അവിടെ പിണറായി വിജയൻ ചെല്ലുമ്പോൾ റാലി നടത്തി പ്രതിഷേധിക്കുകയും തടയുമെന്ന് പറയും, ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്ത് CPM ആണ്. അപ്പോൾ ആരായി ടെൻഷൻ ഉണ്ടാക്കുന്നത്? അവിടെ കണ്ണൂരിൽ സമാധാനം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നു. ആ യോഗത്തിൽ തീരുമാനമായി അതിൻ്റെ ഭാഗമായി സമാധാന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ സമയത്താണ് കണ്ണൂരിന് തൊട്ടടുത്ത് RSSനെ വെല്ലുവിളിക്കാനല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അവിടെ മതസൗഹാർദ്ദ റാലിയാണ്. അവിടെ സംഘപരിവാർ തന്നെ സംഘപരിവാർക്കാരെ കൊന്നു തള്ളുന്ന ഒരു പ്രദേശമാണ് മംഗലാപുരം. 3 പേര്, ഒരു പ്രവീൺ പൂജാരി, ഒരു പ്രമോദ് പൂജാരി, ഒരു ബാലികെ, വിനായക് ബാലികെ, അതിൽ ഈ കട്ടിയിലടക്കം അവിടുത്തെ MP കട്ടിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സംശയത്തിന് നിഴലിൽ. അങ്ങനെ സംഘപരിവാർ തന്നെ ഗുണ്ടായിസ് നടത്തുന്ന ഇപ്പോൾ എന്താ അവസ്ഥ? ഈ സംഘപരിവാർ എന്ന സാധനം ഇതിൻ്റെ ശരീരത്തിൽ പൾസർ സുനി ആവേശിച്ച അവസ്ഥയല്ലേ? ഡൽഹിയിലെ കഥ കണ്ടില്ലേ? ഡൽഹിയിലെ ആ പെൺകുട്ടി, കാർഗിൽ രക്തസാക്ഷി, അദ്ദേഹത്തിൻ്റെ മകളാണ് ഗുർമെഹർ കൗർ. ആ കുട്ടി പറയുന്നു എനിക്ക് ABVP ഇഷ്ടമല്ല എന്ന്. ABVP ഇഷ്ടമല്ല എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന പൾസർ സുനിമാരല്ലേ ഇവർ? അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, അതുപോലെ ഭരണഘടന, മൗലികാവകാശം ഇത് ഭീഷണിക്കിരയാവുന്നു. അതിനെതിരെ പ്രതികരിക്കും. ആ പ്രതികരണം തടയാൻ അവിടെ രാംജാസ് കോളേജിൽ JNUവിലെ 2 വിദ്യാർത്ഥി നേതാക്കൾ പോകാൻ പാടില്ല, സെമിനാറിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ABVP പ്രഖ്യാപിച്ചിട്ടാണല്ലോ അവിടെ സംഘർഷം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ വിദ്യാർത്ഥികളെ വേട്ടയാടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇവർക്ക് സ്വാധീനമുള്ള ഒരിടത്തും ഇവരെ അംഗീകരിക്കാത്ത രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം പരസ്യമായിട്ടാണ് നടത്തിയത്. ശരി 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 ആവട്ടെ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. നമ്മൾ തൽക്കാലം കേരളത്തിലെ കാര്യങ്ങളിലേക്ക് തന്നെ വന്നാൽ, ശ്രീ സണ്ണി ജോസഫ്, RSSനെ വിമർശിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചോദ്യോത്തര വേളയിൽ ഇന്ന് പ്രതിപക്ഷം ഇരിക്കാത്തത് എന്നുകൂടി മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട്. ഒരു വിഷയമല്ല, മംഗലാപുരം വിഷയം മാത്രമല്ല പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാകുന്നു RSSൻ്റേത് എന്ന് മുഖ്യമന്ത്രി ശരിവെക്കുന്നു. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടത്തുന്നു എന്ന് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് ദുരുപയോഗം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണല്ലോ. മറ്റു വിഷയങ്ങളുണ്ട് എന്ന് കരുതി ഈ വിഷയങ്ങളുടെ ഗൗരവം കുറഞ്ഞു പോകുന്നില്ല. ഈ വിഷയങ്ങളിലൊക്കെ RSSനെ പരാമർശിച്ച് ചർച്ച നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ കോൺഗ്രസിന്? മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ആ ചർച്ചയിൽ കോൺഗ്രസിന് ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. കോൺഗ്രസ് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വളരെ ലളിതമായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ശരി, നിങ്ങൾ വന്ന അടിയന്തര പ്രമേയം, നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് തയ്യാറ്. അപ്പോൾ കോൺഗ്രസിന് ഇറങ്ങിപ്പോകാൻ കഴിയില്ലല്ലോ. പിണറായി വിജയൻ ഇത്ര തമാശ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വിചാരിക്കുന്നത്. അദ്ദേഹം ഗൗരവത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. RSSനെ വിമർശിക്കുന്നത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും നിയമസഭയിൽ ഇരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ സ്ഥലകാല ഭ്രമം എന്നല്ല അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കോൺഗ്രസ്സാണ് RSSനെ വിമർശിക്കുന്നത്. അദ്ദേഹത്തിന് കർണാടകത്തിൽ കാലുകുത്താൻ അവസരം കൊടുത്തത് കോൺഗ്രസ്സാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്താ കണ്ണൂരിലെ RSSും BJP ആയിട്ടുള്ള തർക്കം അവർ തീർത്തിരിക്കുക. തിരുവനന്തപുരത്ത് രഹസ്യ ചർച്ചയിൽ BJP RSS നേതാക്കന്മാരുമായിട്ട് തിരുവനന്തപുരത്ത് രഹസ്യ ചർച്ച നടത്തി കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയതിന് ശേഷമാണ് കണ്ണൂരിൽ സമാധാന പ്രഹസന യോഗം നടത്തിയത്. കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാതെ ആ RSSുമായിട്ടും BJPയുമായിട്ടും അടച്ചിട്ട മുറിയിൽ സംസാരിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസും പ്രതിപക്ഷവും RSSനെ വിമർശിക്കുന്നത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിയമസഭ ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിയമസഭ ബഹിഷ്കരിച്ചത് കൊച്ചിയിൽ നടിക്ക് നേരെ ഉണ്ടായ അക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. മുഖ്യമന്ത്രി തന്നെ ആ അക്രമത്തെ ന്യായീകരിക്കുന്ന രൂപത്തിൽ അതിൽ ഗൂഢാലോചനയില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ തെറ്റായ നടപടിയെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞതിനെ കൈരളി ചാനൽ അതിനെ നടി ആക്ഷേപിക്കുന്ന രൂപത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അതിനെ വൃന്ദാകാരാട്ട് പോലുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും അതിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് നിയമസഭ ചർച്ച ചെയ്യണം, അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്യണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ ആ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയ കലർത്തി സംസാരിച്ചതും നേരത്തെ പറഞ്ഞതുപോലെ ഗോളിയില്ലാതെ ഗോളടിക്കാൻ മുഖ്യമന്ത്രി പരിശ്രമിച്ചതും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അവിവേക നടപടിയാണ് എന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. ശരി, തുടരുക. ശ്രീ TG മോഹൻദാസ്, ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ശരിവച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
അതിലൊന്ന് തടങ്കൽ പാളയങ്ങൾ, ആളുകളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി തടങ്കൽ പാളയങ്ങൾ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടത്തുന്നു. ക്ഷേത്രങ്ങളുടെ നടവരവ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിലെ അമ്പലത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് മുഖ്യമന്ത്രി ഈ കാര്യം ശരിവെക്കുന്നുണ്ട്. ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ നിയമസഭ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അത് നിയമസഭ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. ക്ഷേത്രങ്ങൾ ആയുധ പരിശീലനമല്ല, ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാണ് എന്ന് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴല്ല, ആദ്യത്തെ മാസം അധികാരത്തിലേറി 2 ആഴ്ചയ്ക്കുള്ളിൽ. അന്നും ഇതുപോലെ റിപ്പോർട്ടിലെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നടപടിയെടുക്കണം, ഇതിങ്ങനെ വിടാൻ പാടില്ല, ആയുധങ്ങൾ പിടിച്ചെടുക്കണം, വേണമെങ്കിൽ ഹനുമാൻ്റെ ഗദയോ ശിവൻ്റെ ശൂലമോ ഒക്കെ പിടിച്ചുകൊണ്ട് പോക്കോ, അമ്പലത്തിലൊക്കെ ആയുധങ്ങൾ ഇരിക്കുകയാണല്ലോ, പിടിച്ചുകൊണ്ട് പോ, ഒരു ആക്ഷൻ കാണിക്ക്. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്, അമ്പലത്തിൽ ആയുധ പരിശീലനം നടക്കുന്നു. ശരി, നടപടിയെടുക്ക്. ഒരു മനുഷ്യൻ്റെ പേരിൽ ഒരു നടപടിയെടുക്കാൻ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞോ? ഇനി അമ്പലത്തിൻ്റെ നടവരവ് ദുരുപയോഗം ചെയ്യുന്നു. ഏറ്റവും അധികം നടവരവ് കിട്ടുന്നത് ദേവസ്വം ബോർഡിനാണ്. അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയും തർക്കം. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്ക്. 4 വർഷമായി ഓഡിറ്റ് നടന്നിട്ടില്ല ദേവസ്വം ബോർഡിൽ. ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കുമോ? എൻ്റെ അറിവിൽ 2012-13 അതിനുശേഷമുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇതെവിടെ പോകുന്നു? ഏത് ബാങ്കിൽ പോകുന്നു? സഹകരണ ബാങ്കിലോ അതോ റിസർവ് ബാങ്കിലോ അതോ ട്രഷറിയിലോ? എന്താ സംഭവം? എന്താ ആർക്കും അറിയില്ല. അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയും കേസ്. ആ ദുരുപയോഗം അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നേ. അല്ല, അത് മുഖ്യമന്ത്രി ഞങ്ങളോട് പൗരന്മാരോട് പരാതി പറയുകയാണോ ചെയ്യുന്നത്? അദ്ദേഹമല്ലേ നടപടി എടുക്കേണ്ടത്? ഒറ്റ കാര്യം കേട്ടോ, ഞാൻ ഈ കണക്ക് തുറക്കണമെന്ന് വിചാരിച്ചതല്ല. ഈ വഴിതടയലിൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കാം. MV രാഘവനെ വഴി തടഞ്ഞത് ആരാണ്? എന്തായിരുന്നു കൂത്തുപറമ്പ് സംഭവം? മനോജിനോട് ഞാൻ വെറുതെ ഈ കണക്ക് പറഞ്ഞ് നിങ്ങൾ അവിടെ തളഞ്ഞില്ലേ, ഞങ്ങൾ ഇവിടെ തളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വേണ്ടാത്ത വഴക്കിന് പോകണ്ടെന്ന് വിചാരിച്ചതാ. വഴി തടഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവർ ഫാസിസം എനിക്ക് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. കാല് തളർന്നവനായതുകൊണ്ട് തന്നെയും അല്ല. കാല് തളർന്നവനാണ് മനോജ്. പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് എത്ര മുഖ്യമന്ത്രിമാരുണ്ട് RSSകാരന്മാരും കാര്യങ്ങളുമായിട്ട്? വെറുതെ പേടിപ്പിക്കല്ലേ. കാല് തളർന്നാണെന്ന് നിങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാലൊന്നും കാല് തളരാൻ പോണില്ല. ഞങ്ങൾക്ക് ഒരു MLA പോലും ഇല്ലാത്ത കാലത്ത് ഞങ്ങളിവിടെ ജീവിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ മൊത്തം ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് MLA MP ഒന്നും ഇല്ലാതെ. 1984 2 MP ആയിരുന്നു ഞങ്ങൾ. എന്താ മൂക്കിലിട്ട് ജീവിക്കുന്നതിന്റെ പ്രശ്നമല്ലല്ലോ. അത് ഞാൻ പറയുന്നത്, ഞങ്ങളെ ഇതൊന്നും പറഞ്ഞിട്ട് ഈ ഏകപക്ഷീയമായിട്ട് നിയമസഭയ്ക്കകത്ത് കിട്ടിയ സമയത്തിൽ തമാശ പറഞ്ഞും പരിഹസിച്ചും RSSനെ ഇല്ലാതാക്കാം എന്നൊന്നും ധരിക്കരുത്. ഡോക്ടർ മൂഞ്ചെ, മാസീനി, മുസോളിനി, ഇങ്ങനെ വായിക്കൊള്ളാത്ത കുറേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോകുന്നുമില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചരിത്രം അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയാം. അത് പറഞ്ഞു വഴക്കുണ്ടാക്കേണ്ട, ടെമ്പറേച്ചർ ഞാനായിട്ട് കൂട്ടണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ കൂടുതൽ ഉദാഹരണങ്ങൾ പറയാം. ഡോക്ടർ മൂഞ്ചയുടെ ഉദാഹരണം മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. അക്കാര്യത്തിൽ എന്തിനാണ് RSSന് മറക്കാറുള്ളത്? ഡോക്ടർ മൂഞ്ചെ RSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളല്ല. കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ അടുത്ത സുഹൃത്തും ഐഡിയോളജിക്കൽ കസിനുമായിരുന്നു. ഐഡിയോളജിക്കൽ കസിനായിരുന്നു, പക്ഷേ അടുത്ത സുഹൃത്തുമായിരുന്നു. പക്ഷേ ഹെഡ്ഗേവാറിന്റെ പദ്ധതിയിൽ ഒട്ടും വിശ്വാസം ഉണ്ടായില്ല. അദ്ദേഹം RSS ശാഖയിൽ വന്നിട്ട് ഡോക്ടർ മൂഞ്ചയെ പ്രസംഗിച്ചു, ഈ ഹെഡ്ഗേവാർ നിങ്ങളെ വഴിയാധാരമാക്കി, ഇയാളുടെ പിന്നാലെ പോകരുത്, ദിസ് പാത്ത് ഈസ് റോങ്, നിങ്ങളുടെ ലക്ഷ്യം ഒരുപക്ഷെ നന്നായി RSSന്റെ രൂപീകരണത്തിലേക്ക് എന്ന് പറഞ്ഞു. RSSന്റെ രൂപീകരണത്തിന് വേണ്ട പ്രത്യയശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഭാരവാഹിത്വമല്ലല്ലോ തർക്കം. ഭാരവാഹിത്വമില്ല എന്നുള്ളത് കൊണ്ട് ഒരു ബന്ധവുമില്ല. ഐഡിയോളജിക്കലി ഞങ്ങളോട് അടുത്ത് നിന്ന ആളായിരുന്നു ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലകൻ, സാവർക്കർ, ഭായി പരമാനന്ദ്. ഇവരെല്ലാം ഞങ്ങളോട് ഐഡിയോളജിക്കലി അടുത്ത് നിന്ന ആൾക്കാരാണ്. ഇവരൊക്കെ സ്ഥാപക നേതാക്കളാണോ? സ്ഥാപക നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ശരിക്കും ഈ സംഘടനയെ കെട്ടിപ്പടുക്കാൻ തുടക്കം മുതൽ കൂടെ നിന്നവരാണ് സ്ഥാപക നേതാക്കൾ. അതിന് ഹെഡ്ഗേവാറിന്റെ കൂടെ ഉണ്ടായിരുന്നു മൂഞ്ചെ. ഇല്ലെന്ന് അങ്ങേർക്ക് യാതൊരു പങ്കുമില്ല. കാരണം ഈ സംഘടന തെറ്റാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് അങ്ങേര്. അങ്ങേരും കൂടെ ചേർന്നാ ഉണ്ടാക്കിയതിൽ അങ്ങേര് ഇങ്ങനെ ഉണ്ടാക്കുമോ? ഇതല്ല പ്രവൃത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ആവട്ടെ. ശ്രീ PM മനോജ്, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വസ്തുതാപരമായ തീർച്ച അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടോ? ഇവിടെ ചരിത്രം ശ്രീ TG മോഹൻദാസ് ഉദ്ധരിക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കാര്യം മുഖ്യമന്ത്രി പറയുന്നു, EP ജയരാജൻ ചോദ്യത്തിൽ ഉന്നയിക്കുന്നു. RSSന് തടങ്കൽ പാളയങ്ങൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി ശരിവെക്കുന്നു. ഇവയൊക്കെ 100% വസ്തുതയുള്ള കാര്യങ്ങളാണോ? ക്ഷേത്രത്തിലെ ആയുധ പരിശീലനം, ഒരു നിമിഷം, ക്ഷേത്രത്തിലെ അതും അദ്ദേഹം പറയും. ക്ഷേത്രങ്ങളിലെ ആയുധ പരിശീലനം സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഇതേമാതിരി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചതാണ്. ദേവസ്വം ബോർഡ് അതനുസരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഇപ്പോഴും ആയുധ പരിശീലനം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്?
ഉത്തരവാദിത്വം RSS ആണ് എന്ന് പറയാൻ അഭിലാഷിന് എന്തോ വിഷമമുണ്ടാവും. എനിക്കൊരു വിഷമവുമില്ല. ഡോക്ടർ BS മൂഞ്ചയിലാണല്ലോ തുടങ്ങേണ്ടത്. ഡോക്ടർ BS മൂഞ്ചെ ആരാണ് എന്ന് മോഹൻദാസിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹം ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ മെൻഡർ. അദ്ദേഹം RSSന് എങ്ങനെ സംഘടന ഉണ്ടാക്കണമെന്ന് അന്വേഷിച്ച് ഇറ്റലിയിൽ ചെന്ന് മുസോളിനിയെ കണ്ട് അവിടെയുള്ള യുവജന സേന, ഫാസിസത്തിൻ്റെ യുവജന സേന അതിൻ്റെ പ്രവർത്തനങ്ങളടക്കം മനസ്സിലാക്കി ആ രീതിയിൽ RSSനെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത വർഗീയവാദി. അതാണ് ഡോക്ടർ BS മൂഞ്ചെ. അത് മോഹൻദാസിന് അറിയില്ലേ പിന്നെ അത് എൻ്റെ തകരാറല്ലല്ലോ. അതുപോലെ അദ്ദേഹം പറഞ്ഞല്ലോ, ആദ്യകാലത്ത് ഞങ്ങളോട് അനുഭാവമുള്ള ആളുകളുടെ കൂട്ടത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടെന്ന്. ആ വല്ലഭായ് പട്ടേലിന്റെ കത്തൊക്കെ എടുത്ത് നോക്ക്. നിങ്ങൾ പ്രതിഭ ഉണ്ടാക്കാൻ നടക്കുന്നുണ്ടല്ലോ. ഗാന്ധി വധവുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? ഗാന്ധി വധം നടന്നപ്പോൾ എങ്ങനെ RSSകാർ മധുര പലഹാര വിതരണം നടത്തി, ആഘോഷം നടത്തി? എന്തുകൊണ്ട് നിങ്ങളുടെ നിരോധനം നീക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ച ആളാണ് ആര്? പട്ടേൽ. എന്നിട്ട് പിന്നെ നെഹ്റുവിന് അയച്ച കത്ത് മറന്നുപോയോ? ചരിത്രം നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അതേ പട്ടേൽ പിന്നെ നീക്കിയത് അല്ല, കത്തയച്ചോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ഇങ്ങനെ ഇതാണ് ചരിത്രം. കേരളത്തിലെ RSSന്റെ തടങ്കൽ പാളയങ്ങളെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾ മാത്രം സംസാരിക്കുകയും ഞാനിവിടെ നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ അല്പം മിണ്ടാതിരിക്കുക, നിങ്ങൾ അല്പം ഈ പൾസർ സുനി ആവേശിച്ച അവസ്ഥ ഒഴിവാക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് അങ്ങോട്ടും കേൾക്കുക. ഇത്തരം വാക്കുകളാണ് ചർച്ചയെ നശിപ്പിക്കുന്നത്. മനോജ് ആദ്യം മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. പൾസർ സുനിയെ എന്നെ ഒന്നും ആവേശിച്ചില്ല. ഞാൻ തിരിച്ചതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ചർച്ചയുടെ അന്തരീക്ഷം എന്താ ഉദ്ദേശിച്ചത്? പൾസർ സുനിയെ ആവേശിച്ചെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ആരെങ്കിലും കൊണ്ടുപോയി ബലാത്കാരം ചെയ്തോ? നിങ്ങൾ സഹിഷ്ണുതയോടെ പെരുമാറണം. അല്ല പറയൂ മനോജ്, പറയൂ. സഹിഷ്ണുതയല്ല പ്രശ്നം. പൾസർ സുനിയെ ആവേശിച്ചു എന്ന് പറയുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ എന്താ വിചാരിച്ചേ? മോഹൻദാസ് മാത്രം സംസാരിക്കാനുള്ള ചർച്ച. ശരി, നമുക്ക് ജനാധിപത്യപരമായ തരത്തിൽ ചർച്ച നടത്താം. അത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാം. പിൻവലിക്കണം. പൾസർ സുനി എന്നെ ആവേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ശരി, അത് സത്യസന്ധമാണോ? സത്യസന്ധമാണോ പറയൂ. ശരി ശരി ശരി. ഞാൻ ഏത് പെൺകുട്ടിയാണ് ഉപദ്രവിച്ചത് മനോജ് പറയൂ. ഈ നിലയിൽ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ദയവായി സഹകരിക്കില്ല. താങ്കൾ പിൻവലിക്കാൻ ഒരുക്കമാണോ ശ്രീ PM മനോജ്? നമുക്ക് വസ്തുതകളിലേക്ക് വരാം. വ്യക്തിപരമായ പരാമർശങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കൂ. വ്യക്തിപരമായ പരാമർശങ്ങൾ നമുക്ക് മാറ്റിവെക്കാം, ഒഴിവാക്കൂ. നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം. മിസ്റ്റർ അഭിലാഷ്, പറയൂ അങ്ങ് പറയൂ. അഭിലാഷ്, നിങ്ങൾ ആ ചർച്ച നിയന്ത്രിക്കല്ലേ? എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല? ആളെ ഇടപെടാൻ അനുവദിക്കുന്നു നിങ്ങൾ? ഇല്ല, താങ്കൾക്കാണ് അവസരം. പറയൂ. അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാമർശം വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തിന്റെ രോഷപ്രകടനം നടത്തി. ഇനി അങ്ങ് വിശദീകരിക്കൂ. ചർച്ചയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത അസഹിഷ്ണുത അദ്ദേഹം കാണിച്ചു. രണ്ടാമത്തെ കാര്യം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എന്താ? ഒരു RSSകാരൻ, അവന്റെ പേര് വിഷ്ണു, ആറ്റിങ്ങലാണ് വീട്, ചില കേസുകളുടെ വിവരം അവൻ്റെ അടുത്തുണ്ട്. അത് ഇവൻ പുറത്തു പറഞ്ഞു. ഒരു RSSകാരൻ്റെ അറസ്റ്റിന് ഇടയായി എന്ന കാരണം കൊണ്ട് ഈ വിഷ്ണുവിനെ 38 ദിവസം പീഡിപ്പിക്കുന്നു. ഒടുവിൽ RSS തടങ്കലിൽ നിന്ന് ചാടി ജീവനും കൊണ്ട് വിഷ്ണു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുന്നു. ആ വിഷ്ണുവിൻ്റെ കഥ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെയുള്ള നിരവധി 30ഓളം പേർ പ്രതികൾ. കേസ് വരാൻ പോവാണ്. ശരി, തടങ്കൽ പാളയമുണ്ട്. ഈ കാര്യാലയങ്ങൾ മാറി മാറി പീഡിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കഥകൾ ഇതെല്ലാം പറയാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും തിരിച്ച് അങ്ങോട്ടും പ്രയോഗം ഉണ്ടാവും. ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മാത്രമുള്ളതല്ല. മിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേര് മോഹൻദാസ്, ഈ പറഞ്ഞ ജനാധിപത്യം എന്ന് പറയുന്ന രണ്ട് ഭാഗത്തുള്ളതാണ്. നിങ്ങൾക്ക് പൾസർ സുനി കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, നമുക്ക് അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പരാമർശങ്ങളും വിട്ട് വസ്തുതകളിലേക്ക് വരാം. ശ്രീ സണ്ണി ജോസഫ്, ഇവിടെ ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് എന്നുള്ള ബോധ്യം കോൺഗ്രസിനെ സംബന്ധിച്ചില്ലേ? സർക്കാരിനെ തീർച്ചയായും പ്രതിപക്ഷം ആക്രമിക്കണം. അപ്പോൾ തന്നെയും മുഖ്യമന്ത്രി ഈ പറഞ്ഞ തടങ്കൽ പാളയം, ആയുധ പരിശീലനം, മറ്റു തരത്തിലുള്ള അസഹിഷ്ണുത തടയൽ, ഈ കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ നിലപാടിനൊപ്പമാണോ കോൺഗ്രസിന്റെ നിലപാട്?
ഇല്ലല്ല, CPM നേതൃത്വമാണ് BJPയുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചത്. അക്കാര്യം നിയമസഭയിൽ ഔദ്യോഗികമായിട്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് റൂൾ 300 അനുസരിച്ച് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാം, അവിടെ ചർച്ചയ്ക്ക് വെക്കാം. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലും കേരളത്തിലും RSSനെ എതിർക്കുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മാർക്സിസ്റ്റ് പാർട്ടി അവിടെ ഒന്നുമല്ല, കേരളത്തിൽ മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി അതിന് മത്സരിക്കുന്നത്, കോൺഗ്രസിനോട് മത്സരിക്കാൻ അവർ പരിശ്രമിക്കുന്നത്. ഇന്ന് കേരള നിയമസഭയിൽ ഇല്ലാത്ത ഒരു വിഷയം, ഇന്ന് കേരള നിയമസഭയുടെ ആദ്യത്തെ ചർച്ചാ സമ്മേളനം തുടങ്ങുന്ന ദിവസം പ്രതിപക്ഷം കൊണ്ടുവന്ന കൊച്ചിയിലെ സംഭവം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗം വേറെ ആരുമില്ല. LDF MLA മാത്രം ഉള്ളപ്പോൾ അദ്ദേഹത്തിന് എന്തും പറയാം, ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞങ്ങളുടെ സമയം കൂടി അവർക്ക് അനുവദിച്ചുകൊണ്ട് എന്തും പറയാം, രാഷ്ട്രീയം പ്രസംഗിക്കാം, ഗോളിയില്ലാത്ത അദ്ദേഹത്തിന് ഗോളടിക്കാമെന്നല്ലാതെ പിണറായി വിജയന് BJP RSS വർഗീയ ശക്തികളോടുള്ള എതിർപ്പാണ് എങ്കിൽ ആ വർഗീയ ശക്തികളെ എതിർക്കാൻ സാധിക്കുന്ന മതേതര ശക്തി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ അദ്ദേഹം അംഗീകരിക്കണം. അതിന് CPMന്റെ അഖിലേന്ത്യാ നേതൃത്വം മനസ്സുവെക്കുമ്പോൾ കേരള ഘടകമാണ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ ഐക്യത്തെ എന്താ കേരള ഘടകമാണ് ചോദ്യം ചെയ്യുന്നത്. ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന നീക്കങ്ങളെ കേരള ഘടകമാണ് ചോദ്യം ചെയ്യുന്നത്. കേരളത്തിൽ അതേ സമയത്ത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി BJP RSSുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ച് അവർ കാര്യങ്ങൾ രമ്യതയിലെത്തുകയും ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളെ ആക്ഷേപിക്കുന്നതിൽ എന്താ അതിനകത്ത് ന്യായമുള്ളത്? ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാർ തന്നെ, ചർച്ചയ്ക്ക് അവസരമൊരുക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി, ആ ചർച്ചയ്ക്ക് അദ്ദേഹം ആത്മാർത്ഥത പ്രകടിപ്പിക്കട്ടെ. ആത്മാർത്ഥതയില്ലാത്ത അഭിനയമാണ്, അവസരവാദപരമാണ്, മറ്റ് മുഖ്യ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാനെടുത്ത ഒരു തന്ത്രമാണ്. അങ്ങനെ ഒരു തന്ത്രമല്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത് ഔദ്യോഗികമായിട്ട് റൂൾ 300 അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് സഭയിൽ സ്റ്റേറ്റ്മെന്റ് വെക്കാം. അത് അദ്ദേഹം തയ്യാറായിട്ടില്ല. പ്രതിപക്ഷമില്ലാത്ത സമയത്ത് ഗോളടിക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചത്. ശരി, അതാണ് താങ്കൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ആക്ഷേപം. തുടരുക ശ്രീ സണ്ണി ജോസഫ്. ശ്രീ TG മോഹൻദാസ്, ഈ ഡോക്ടർ മൂഞ്ചയുടെ ഡയറീസ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിലുണ്ട്. അദ്ദേഹവും ഹൈന്ദവ രാഷ്ട്രീയ ശക്തികളും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് തർക്കിക്കാനാകാത്ത ഒന്നാണ്. ആ ഡയറിയിൽ അദ്ദേഹം മുസോളിനിയെ സന്ദർശിച്ച കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഫാസിസ്റ്റ് പരിശീലന ഈ ഫാസിസ്റ്റ് സായുധ പരിശീലന കേന്ദ്രം സന്ദർശിച്ചതിന് ശേഷം ഈ ഫാസിസ്റ്റ് സംഘടനയുടെ രൂപത്തിൽ ഓരോ രാജ്യത്തും സംഘടന ഉണ്ടാകണം എന്ന അഭിപ്രായം രേഖാമൂലം അദ്ദേഹം എഴുതി വെച്ചതിന്റെ തെളിവുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച ആ ഫാസിസ്റ്റ് സംഘടനയല്ലേ RSS? അല്ല, അതല്ലേ എന്തുകൊണ്ടല്ല? അതല്ലേ കഷ്ടം. ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള പേര് പോലും മൂഞ്ചയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ആരെ സേവിക്കാൻ പോവുക നിങ്ങൾ? സ്വയം സേവിക്കാൻ ഇങ്ങനെയൊക്കെയായിരുന്നു മൂഞ്ച. നിങ്ങളുടെ സ്ട്രക്ചർ ശരിയല്ല. മൂഞ്ചെ വന്ന് പ്രസംഗിച്ചത് RSS ശാഖയിൽ ഈ മനുഷ്യൻ്റെ പിന്നാലെ പോരുത്, നിങ്ങൾ വഴിയാധാരമാകും മൂഞ്ചെ. പക്ഷേ ഐഡിയോളജിക്കലി മൂഞ്ചെ പറഞ്ഞു നിങ്ങളുടെ ലക്ഷ്യം വലിയ ഉദാത്തമാണ്, ഞാൻ സമ്മതിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗതി പിടിക്കുകയില്ല. അതുകൊണ്ട് സ്ഥാപക നേതാവ് എന്നുള്ള സ്ഥാനം മൂഞ്ചയ്ക്ക് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അല്ലാതെ മൂഞ്ച ഇറ്റലി പോയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കൊരു കേസുമില്ല. ആ മുസോളിനിയെയും ഹിറ്റ്ലറെയൊക്കെ കണ്ടവർ വേറെ, മഹാത്മാഗാന്ധി മുസോളിനിയെ കണ്ടതല്ലേ? അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഞാൻ പറയുന്നത് നമ്മളൊരു 100 വർഷം അല്ലെങ്കിൽ 150 വർഷം പുറകോട്ട് പോയിട്ട് ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് ചർച്ച ചെയ്യരുത്. അന്ന് സിറ്റുവേഷൻ വേറെ ആയിരുന്നു, പേഴ്സണാലിറ്റീസ് വേറെ ആയിരുന്നു. ഹിന്ദു മഹാസഭയും RSSുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഗോൾവൽക്കറുടെ പുസ്തകമുണ്ട്, വി ഓർ അവർ നേഷൻ ഹു ഡിഫൈൻ. അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാ? അന്നത്തെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ വലിയ ബാലഗംഗാധര തിലകൻ കഴിഞ്ഞപ്പോൾ അടുത്ത തിലകനായിട്ട് വന്ന MS ആണേ എന്ന് കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ആ പുസ്തകം. പക്ഷേ അവതാരിക എഴുതി. ശരി, ഇതേ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ വിരോധമൊന്നും അല്ല, വിരോധത്തിന്റെ പ്രശ്നം ഇവിടെ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഈ ഫാസിസ്റ്റ് പ്രയോഗ പദ്ധതിയോടുള്ള അങ്ങേയറ്റത്തെ അഭിനിവേശം ഉള്ളതുകൊണ്ടാണ് അതേ മാതൃകയിൽ ഒരു സംഘടന നിർമ്മിച്ച് അതേ പ്രവർത്തന പദ്ധതി നടപ്പാക്കുന്നതെന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരി, മൂഞ്ച വേണ്ട, ഗോൾവാൾക്കറേയും വി അവർ നേഷൻ ഹുഡ് ഡിഫൈൻഡിനെയും തള്ളിപ്പറയില്ലല്ലോ. അതിന്റെ പേജ് 35 പറയുന്നുണ്ട് എങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ ഹിറ്റ്ലറുടെ ജർമ്മൻ റേസ് പ്രൈഡിനെ മാതൃകയാക്കേണ്ടതെന്ന്. ഗോൾവാൾക്കർ തള്ളിപ്പറയില്ലല്ലോ. ഇല്ല, പറയില്ല, പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഗോൾവാൾക്കർ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് ഡോക്ടർ മൂഞ്ചെ സ്ഥാപക നേതാക്കളിൽ ഒരാളല്ല. അത് ഡോക്ടർ മൂഞ്ചയ്ക്ക് എനിക്ക് എന്തെങ്കിലും എംബറാസ്മെൻ്റ് ഉണ്ടായിട്ടല്ല. ഫാക്ച്വലി ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇപ്പം ലാലാ ലജ്പത് റായ് RSSന്റെ സ്ഥാപക നേതാവാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ പക്ഷേ ലാലാ ലജ്പത് റായ് എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടായിട്ടല്ല. ഐ റെസ്പെക്ട് ദാറ്റ് മാൻ വെരി മച്ച്. മറ്റേ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഇടകലർന്ന് പ്രവർത്തിച്ചില്ല. ഞാനൊരു കാര്യം അത്രയും പുറകിലേക്ക് പോകണ്ട.
1967 CPI ജനസംഘവുമായിട്ട് ചേർന്ന് ഭരിച്ചതല്ലേ? അല്ല ഇവിടെ അതെ ആണല്ലോ. അതെ, അന്ന് എവിടെ പോയി ഈ ഫാസിസവും മണ്ണാങ്കട്ടയൊക്കെ? ഫാസിസം എന്ന രാഷ്ട്രീയ പദ്ധതിയോട് ആഭിമുഖ്യമുള്ളവർ ആര്? MS ഗോൾവാൾക്കർക്ക് ആഭിമുഖ്യമുണ്ട്. അദ്ദേഹം പ്രകീർത്തിച്ചിട്ടുണ്ട് ഹിറ്റ്ലറുടെ ജർമ്മൻ ആര്യവീര്യത്തെ. ഇതാണ് നമുക്ക് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. അതേ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട രാഷ്ട്രീയ പദ്ധതിയാൽ നിർമ്മിക്കപ്പെട്ട RSS ഇപ്പോൾ ഫാസിസം നടത്തുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അതിന്റെ കണ്ടന്റിലേക്ക് വന്നാൽ അതൊരു ആരോപണം മാത്രമാണ്. ഏത് ഈ പറഞ്ഞത് ഇതേ മാതൃകയിൽ RSSനെ സൃഷ്ടിച്ചു എന്നുള്ളത് ആരോപണം മാത്രമാണ്. ഈ എഴുതിയതൊക്കെ ശരിയാണ്. എപ്പോ ഗോൾവൽക്കർ ഇത് എഴുതിയത് തന്നെ 1939 RSSന്റെ സ്ഥാപക നേതാവാണോ ഗോൾവൽക്കർ? അല്ല, രണ്ടാം സർസംഘചാലകാണ്. സ്ഥാപക 1925 ഇത് സ്ഥാപിക്കുന്നത്. 14 വർഷത്തിന് ശേഷം രണ്ടാം സർസംഘചാലകം ആകുന്നതിന് മുമ്പ് ഗോൾവൽക്കർ എഴുതിയ പുസ്തകമാണ് വി ഓർ അവർ നേഷൻ വുഡ് ഡിഫൈൻ. അപ്പോ പറയട്ടെ, സാവർക്കറിന്റെ ബ്രദറിന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഹെവിലി ഡ്രോ ചെയ്ത് എഴുതിയ കൃതിയാണ് വി ഓർ അവർ നേഷൻ വുഡ് ഡിഫൈൻഡ്. അതൊരു മൗലിക കൃതിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഗുരുജി സമഗ്രയിൽ അത് ചേർക്കാതിരിക്കുന്നത്. ഗുരുജി സാഹിത്യ സർവസ്വത്തിൽ ഇപ്പോഴും ഈ കൃതി ചേർത്തിട്ടില്ല. ബിക്കോസ് അത് ഒറിജിനൽ അല്ല, ഇറ്റ് വാസ് ഹെവിലി ഡ്രോൺ. ഇല്ല, ഞാൻ പുസ്തകം തന്നെ തള്ളി പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും ഞാൻ തെറ്റും കാണുന്നില്ല. ഓരോ കാലത്ത് എത്രയോ ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളി വർഗ സർവാധിപത്യം ഇപ്പോൾ ഇവിടെ പോയി. അല്ല, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഇന്ത്യയിലെ മൈനോറിറ്റി പ്രോബ്ലം പരിഹരിക്കേണ്ടത് ജർമ്മൻ മാതൃകയിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ജൂതന്മാരെ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടച്ച് വംശഹത്യ നടത്തിയത്, അതുമാതിരി ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ചെയ്യണമെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. വ്യത്യാസമുണ്ട്. ആ ഐഡിയോളജി ഇപ്പോഴും നടപ്പാക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അല്ല, അത് നിങ്ങളുടെ ആക്ഷേപം മാത്രമാണത്, വസ്തുതയല്ല. ആ വസ്തുത ശരിയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും സ്ഥലത്ത് ജനാധിപത്യപരമായിട്ട് അധികാരത്തിൽ ഇരിക്കുമോ ഇന്ത്യയിൽ? ഇന്നിപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് എന്താ ചെയ്യുന്നത്? ന്യൂനപക്ഷങ്ങളെ ചുട്ടു തിന്നുന്നോ ദിവസവും? അതാണ് താങ്കൾ എവിടെയൊക്കെ ന്യൂനപക്ഷം വീണോ അത് കേരളത്തിലുള്ളതുപോലെ ബാക്കി സ്ഥലത്തും ഉണ്ട്. കേരളത്തിൽ എന്താ കുറവാണ്? അങ്ങനെയാണ് താങ്കൾ വാദിക്കുക. ശ്രീ പി എം മനോജ്, ഇപ്പോൾ ഫാസിസം എന്നുള്ളത് RSSന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ കുത്തകയാണോ? നേരത്തെയും ശ്രീ TG മോഹൻദാസ് ഉന്നയിക്കാൻ ശ്രമിച്ച ചോദ്യം അതായിരുന്നു. തടയുക, കൊലവിളി മുഴക്കുക, കാലുകുത്തിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക, ഇതൊക്കെ ആരുടെയെങ്കിലും കുത്തകയാണോ? അതിന് മുസോളിനിയെ കാണണോ? അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ അഭിലാഷ്. PM മനോജ് നടത്തിയ വ്യക്തിപരമായ പരാമർശം മഹാമോശമായി. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇനി നമ്മൾ ആ കാര്യങ്ങൾ തർക്കിക്കുന്നില്ല. ശ്രീ PM മനോജ്, ചർച്ച കണ്ടു നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അഭിലാഷേ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ TG മോഹൻദാസുമായിട്ട് നിങ്ങളിപ്പോൾ കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ സമയം വേണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ മിനിമം മര്യാദ ഒരു ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകളോട് കാണിക്കാൻ നിങ്ങൾ പരാജയപ്പെടുത്തുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇനി താങ്കളുടെ സമയമാണ്, താങ്കൾക്കും അവസരം തരും. ഇപ്പോൾ ഒരു വിഷയത്തിൽ 3 പേരിരിക്കുന്നു. അല്ലല്ല, തുല്യമായ അവസരം നാട്ടുകാർ കാണുന്നുണ്ടല്ലോ അഭിലാഷേ. അത് പോട്ടെ, അത് വിട്. നിങ്ങളെ ചോദ്യം ഒന്നും കൂടി പറയും. ഞാൻ നിങ്ങളെ വർത്തമാനം ശ്രദ്ധിച്ചിട്ടില്ല. ചോദ്യം പറയൂ. ഞാൻ ചോദിച്ചത്, ഇവിടെ ഇപ്പോൾ RSS മാത്രം കുത്തക അവകാശം ഏറ്റെടുക്കേണ്ട ഒന്നാണോ ഈ തടയലും ഫാസിസവും അസഹിഷ്ണുതയും ഒക്കെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഇന്ത്യയിൽ, കേരളത്തിൽ RSS മാത്രമേ ഇത് നടത്തിയിട്ടുള്ളൂ? ആണല്ലോ. തടയലും ഫാസിസവും അക്രമവും RSSന്റെ സ്വന്തമാണ് എന്നുള്ളതാണല്ലോ നിങ്ങളിപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. അതാണല്ലോ ഇറ്റലിയിൽ നിന്ന് വരുന്നത്, അതാണല്ലോ ഹിറ്റ്ലറിൽ നിന്ന് വരുന്നത്, അതാണല്ലോ വി അവർ നേഷൻ ഹുഡ് ഡിഫൈൻഡ്. ആര്? ഗോൾവാൾക്കർ എഴുതിയത് സർസംഘചാലക് ആകുന്നതിന് മുമ്പാന്നാണ് പറഞ്ഞത്. ശരി ആണ്. അതാണല്ലോ ബഞ്ച് ഓഫ് തോട്ട്സിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത്. അതാണല്ലോ ഇന്ത്യയിലാകെ നടപ്പാക്കുന്നത്. അതാണല്ലോ മംഗലാപുരത്ത് കഴിഞ്ഞ ദിവസം നടപ്പാക്കിയത്. അതാണല്ലോ ഡൽഹി സർവകലാശാലയിലും രാംജാസ് കോളേജിലും നടപ്പാക്കുന്നത്. അതാണ് ഫാസിസം, അതാണ് ഫാസിസ്റ്റ് രീതി. ഇവിടെയോ? ഇവിടെ പിന്നെ കൂത്തുപറമ്പിലുണ്ടായ എന്താ? ഈ MV രാഘവനെ തടഞ്ഞത് ഇത്തരം ഒരു ഏർപ്പാടാണോ? MV രാഘവൻ അവിടെ ഔദ്യോഗികമായി പരിപാടിക്ക് വരുമ്പോൾ അതിനെതിരെ യുവാക്കൾ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഷയം, ആ ഘട്ടത്തിൽ രാഷ്ട്രീയ വിഷയം വെച്ച് സമരം നടത്തിയത്. ആ സമരത്തിന് നേരെ വെടിവെപ്പുണ്ടായി. 5 യുവാക്കളാണ് മരിച്ചത്, MV രാഘവനല്ല. ആണല്ലോ. അന്ന് ഗവൺമെൻറ്റാണ് ആ സമരം, ജനാധിപത്യപരമായി നടന്ന ഒരു സമരത്തെ അടിച്ചമർത്താനും വെടിവെച്ച് 5 ചെറുപ്പക്കാരെ കൊല്ലുകയാണ് ചെയ്തത്. അതെന്താ? അതാണോ RSSന്റെ ഫാസിസവുമായി നിങ്ങൾക്കുള്ള താരതമ്യം?
ഇവിടെ ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല. കാർഗിൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമ്മുടെ മോഹൻദാസിൻ്റെ വലിയ വലിയ നേതാക്കളും പറഞ്ഞ വികാരഭരിതമായ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നോട്ട് നിരോധനം, നോട്ട് പിൻവലിച്ചപ്പോൾ അവിടെ അതിർത്തിയിൽ കാവൽ കിടക്കുന്ന പാവപ്പെട്ട ജവാന്മാരുടെ തണുപ്പിനെ കുറിച്ചല്ലേ ഇവർ പറഞ്ഞത്? ആ കാർഗിലിൽ മരിച്ചു വീണ ഒരു മേജറുടെ മകളാണ് ഈ കുട്ടി, രാംദാസ് കോളേജിലെ കുട്ടി. ആ കുട്ടിയെയാണ് ഈ RSSകാരൻ, ഈ ABVP-കാരൻ ബലാത്സംഗം ചെയ്തുകൊള്ളെന്ന് പറയുന്നത്. എന്തിനാ? ഈ ABVP-യെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചതിന് ബലാത്സംഗം ചെയ്ത് കളയും എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അതാണോ ഫാസിസം? അല്ല കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തി 5 ചെറുപ്പക്കാർ മരിച്ചു വീണതാണോ ഫാസിസം എന്ന് ചോദിക്കുന്ന അത്തരമൊരു ചോദ്യത്തിൽ യാതൊരു തരത്തിലുള്ള അനൗചിത്യവും കാണാത്ത ആളുകളോട് ഞാനിവിടെ എന്ത് ചർച്ച ചെയ്യാൻ അഭിലാഷേ? എന്തായാലും താങ്കൾക്ക് അത്രയും സമയം, അതായത് TG മോഹൻദാസിന്റെ അത്രയും തുല്യമായ സമയം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്കാര്യത്തിൽ ഇനി എന്തായാലും തർക്കമുണ്ടാകില്ലല്ലോ. ശ്രീ സണ്ണി ജോസഫ്, വിരട്ടലും വെല്ലുവിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും CPM-ഉം സംഘപരിവാറും നടത്തിക്കൊള്ളട്ടെ എന്നുള്ളതാണോ ഇക്കാര്യത്തിലെ നിലപാട്? ഓരോരോ വിഷയങ്ങളിലും കൃത്യമായി നിലപാട് പറഞ്ഞ് നിൽക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. ഞങ്ങൾ BJP-യെയും RSSനെയും എതിർക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്, ഐഡിയോളജിക്കലായിട്ടാണ്, അതിനെ അക്രമം കൊണ്ടല്ല. അക്രമത്തിൻ്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJP RSSും തുല്യ നിലപാടാണ് കണ്ണൂർ ജില്ലയിലും കേരളത്തിലും സ്വീകരിക്കുന്നത്. ഡൽഹി കോളേജിലെ കാര്യം പറഞ്ഞു. അവിടെ ഒരു പെൺകുട്ടിയെയാണ് പീഡിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയത് എങ്കിൽ പാട്യത്തിൻ്റെയും മോഹൻദാസിൻ്റെയും മനോജിൻ്റെയും ജില്ലയിൽ പാട്യം ഹയർ സെക്കൻഡറി സ്കൂളിലെ KSU പ്രവർത്തകന് SFIയുടെ പരിപാടിയിൽ പോകാൻ സമ്മതിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നത്. ആ സ്കൂളിൽ പഠിക്കാൻ സാധിക്കാതെ വേറൊരു സ്കൂളിലേക്ക് TC വാങ്ങി വേറൊരു സ്കൂളിൽ ആ കുട്ടിയെ ചേർക്കാൻ രക്ഷിതാക്കൾ നിർബന്ധിതമായത് ഇത് കേരളം കണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവരും ഫാസിസ്റ്റ് ഏകാധിപത്യ നടപടി സ്വീകരിക്കുന്നു. കൂത്തുപറമ്പിലും അത് തന്നെയാണ്. MV രാഘവനെ തടയാൻ ശ്രമിച്ചു, സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തടയാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള വെടിവെപ്പുണ്ടായത്. ഒരു വ്യക്തിയുടെ, ഒരു മന്ത്രിയുടെ പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമര രീതിയാണ്, ഫാസിസ്റ്റ് സമര രീതിയാണ്. അതുപോലെ തന്നെ BJP RSS വർഗീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ മതേതര സ്വഭാവത്തെയും രാജ്യത്തിൻ്റെ മതേതര ഭരണഘടനയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ കാലത്താണ് അവിടെ ന്യൂനപക്ഷങ്ങളെ ചുട്ടുകരിച്ചത്, നൂറുകണക്കിന് ആളുകളെ കൊലവിളിച്ചത്, ന്യൂനപക്ഷ പീഡനം നടത്തിയത്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കർണാടകത്തിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട്. BJP-യുടെയും RSSൻ്റെയും വർഗീയ ഫാസിസ്റ്റ് നയത്തെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തെയും കോൺഗ്രസ് ഒരുപോലെ തന്നെ എതിർക്കുന്നു, ജനാധിപത്യ മാർഗത്തിൽ എതിർക്കുന്നു. എന്നാൽ ഇവർ തമ്മിൽ രഹസ്യ ചർച്ച നടത്തി കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുകയും വാചക കസർത്തിൽ ഞങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ പി എം മനോജ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതും താങ്കൾ തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അധികാരത്തിലേറ്റാൻ ഘടകമായ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1 സ്ത്രീ സുരക്ഷ, 2 വിലക്കയറ്റം. കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്ന 2 വിഷയങ്ങൾ ഇന്ന് അതാണ്. ഇപ്പോൾ RSSനും CPIM-നും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാം, അന്തരീക്ഷത്തിൽ ഒരു യുദ്ധപ്രതീതി ഉണ്ടാകും. അതിനപ്പുറത്ത് അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്ക് എന്നെത്തും സർക്കാർ? ഒരു കാര്യം കൂടി പറയണം അതിലിടക്ക്. അത് ഈ കോൺഗ്രസിൻ്റെ RSS വിരോധം പറഞ്ഞല്ലോ. കേരളത്തിൽ ഏറ്റവും മികച്ച ഒരു അത്ലറ്റായിരുന്നു സത്യനെ കണ്ണൂർ ജില്ലയിൽ RSSകാർ കൊന്നു. ഈ കോൺഗ്രസ്സുകാരെന്താ ചെയ്തെന്നറിയോ? ആ സത്യനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പൈസ പിരിച്ചിട്ട് ആ പൈസ പോലും കൊടുക്കാതെ, ആ സത്യൻ്റെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ, RSSനെതിരെ ഒരു അക്ഷരം പറയാതെ ഇപ്പോഴും അവിടെ നടക്കുകയാണ്. അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അതുകൊണ്ട് കോൺഗ്രസും 20 വർഷം മുമ്പ് കൊല്ലപ്പെട്ടതാണ്. 20 വർഷം മുമ്പ് കൊല്ലപ്പെട്ടതാണ് അവിടെ. അതാണ് അതുകൊണ്ട് ഇവര് സത്യന്റെ അമ്മ വന്ന് സുധാകരനിൽ നിന്ന് രക്തസാക്ഷി കുടുംബ സഹായ ഫണ്ട് ഒരൊറ്റ പൈസ കൊടുത്തില്ല. ഇപ്പൊ എന്തും കൊടുത്താന്നറിയില്ല, നാട്ടുകാർ മുഴുവൻ ചീത്ത പറയുന്നതുകൊണ്ട്.
ഇതാണ് അവസ്ഥ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് RSS സത്യനെ കൊന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ കൊയോൻ രാജീവിനെ കൊന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലാകെ കോൺഗ്രസ്സുകാർക്കെതിരെ ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് ഒരുപാട് ആക്രമണം നടന്നല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ അതെ, അത് ഞാൻ മാത്രം ഇങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയും നിങ്ങളൊക്കെ സത്യവിരുദ്ധമായി പറയാൻ നിങ്ങൾ വളരെ വിദഗ്ധനാണ്. അല്ലല്ല, ശരിയല്ല. ഞാൻ പറയട്ടെ, അഭിലാഷ് ഒരു ചർച്ച നയിക്കുന്ന ആളെന്നല്ല നിങ്ങളല്ലേ ഇടപെടേണ്ട ഇതിലെല്ലാം. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ സത്യവിരുദ്ധമായി പറഞ്ഞാൽ അതിന് മറുപടി വരാൻ എനിക്ക് ശ്രീ പി എം മനോജ്, താങ്കൾ ആദ്യമായി ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുകയല്ലോ. ടെലിവിഷൻ ചർച്ചയുടെ സ്വഭാവം താങ്കൾക്ക് നന്നായി അറിയാം. താങ്കൾ ഒരു വാദം പറഞ്ഞു, വളരെ പെട്ടെന്ന് ശ്രീ സണ്ണി ജോസഫിന് ഒരു മറുവാദം ഉണ്ടായിരുന്നു, അദ്ദേഹം അത് പറഞ്ഞു. അതിനപ്പുറത്ത് താങ്കളെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. താങ്കളെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. താങ്കളുടെ ജനാധിപത്യപരമായ അവകാശം 100% ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചർച്ച നടന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈ 17-ാം തീയതി പോലും സത്യന്റെ കുടുംബാംഗങ്ങളെ വിളിച്ച് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പങ്കെടുത്ത അത് വീണ്ടും ഇതിപ്പം ഒരു 40 രക്തസാക്ഷി കുടുംബങ്ങളെ 40 രക്തസാക്ഷി ഞാൻ വെല്ലുവിളിക്കാം അത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ തർക്ക വിതർക്കങ്ങളിലേക്കും പോകാൻ മാത്രമുള്ള സമയം ഈ ചർച്ചയ്ക്കില്ല എന്ന് എല്ലാ പാനലിസ്റ്റുകൾക്കും അറിയാമല്ലോ. വളരെ നന്ദി, ആത്മാർത്ഥമായി നന്ദി ശ്രീ പി എം മനോജ്, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ TG മോഹൻദാസ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്.